കരുണാസമ്പന്നനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. പല സമയങ്ങളിലും അപ്രതീക്ഷിതമായതാണ് ലോകത്തിൽ സംഭവിക്കാറുള്ളത്. പിടിവിട്ടു സകലതും കഴിഞ്ഞു എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, വിചാരപ്പെടുന്നതിനേക്കാൾ വ്യത്യസ്തമായതും വിഭിന്നവുമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുമുണ്ട്. ചില സമയങ്ങളിൽ പ്രതീക്ഷയറ്റ് ജീവിതം മുഴുവൻ തകർന്നതുപോലെ നാം ആകാറുണ്ട്. എന്നാൽ ഒരു കാര്യം പലപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്നത്, നാം ഭയപ്പെടുകയും നാം വ്യാകുലപ്പെടുകയും നാം പ്രതീക്ഷയറ്റ് ചിന്തിക്കുകയും ചെയ്യുന്ന അനേക കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദുഃഖമായി സംഭവിക്കാതെ പിന്നെയും നന്മയായി തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യാറുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത, ആരും കണക്ക് കൂട്ടാത്ത ചില അത്ഭുതത്തിൻ്റെ വഴികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടു വരാറുണ്ട്. ഇരുണ്ട സ്ഥലത്ത് ഒന്നും കാണാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു പ്രകാശം ഉദിക്കുന്നത് പോലെ പലപ്പോഴും ജീവിതത്തിൻ്റെ നിസ്സഹായതകളുടെ നടുവിൽ ആരുമറിയാത്ത കരങ്ങൾ, ആരും ചിന്തിക്കാത്ത വഴികൾ ഒക്കെ തുറക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം ഒരുവനെ നിയന്ത്രിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്താൽ ഒരുവൻ നിയന്ത്രിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക് മാത്രം കാരണമായി തീരുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നേരെ ദോഷം നിരൂപിച്ചു, എന്നാൽ ദൈവം അത് എനിക്ക് നന്മയ്ക്കായി ആക്കി തീർത്തു. അനേകർക്ക് ഗുണം വരുത്തുവാൻ, നന്മയ്ക്കായി, അനുഗ്രഹത്തിനായി ദൈവം ജോസഫിൻ്റെ നേരെ സഹോദരന്മാർ ഉന്നയിച്ച അല്ലെങ്കിൽ വെച്ച നിരൂപണങ്ങളെ, ചിന്താഗതികളെ നന്മയാക്കി ദൈവം മാറ്റി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ അനേക സമയങ്ങളിൽ പലപ്പോഴും മനുഷ്യർ വീഴുവാൻ തക്കവണ്ണം നമ്മളെ തള്ളിയ നാളുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കണ്ണിനും ദയ തോന്നാത്തതുപോലെ എല്ലാം പ്രതികൂലമായ മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പറയുന്നത് പോലെ, അപ്പം തിന്നവരും പാണ സ്നേഹിതൻ പോലും കുതികാലുയർത്തിയ സമയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവവചനത്തിൽ കാണുന്നത് പോലെ പലരും നമ്മളെ കണ്ടിട്ടും കാണാത്തവരായി, അറിഞ്ഞിട്ടും അറിയാത്തവരായി ഒഴിഞ്ഞു മാറിപ്പോകുന്ന ജീവിത സാഹചര്യങ്ങൾ അനേക സമയങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ജോസഫിൻ്റെ ചരിത്രം തന്നെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കാരാഗൃഹത്തിൽ കിടന്ന, തന്നോടൊപ്പം കിടന്ന പലരും അവർ അർഹമായ സ്ഥാനത്തെത്തിയപ്പോൾ മറന്നുപോയത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നവരും വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവമുഖം അന്വേഷിക്കുന്നവരുമാണെങ്കിൽ, ഞാനിവിടെ പറഞ്ഞതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അതേ സകലതും നന്മയ്ക്കായി നൽകിത്തരുവാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട്. കാരണം ഗോഡ് നോസ് എവറി നീഡ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും അറിയുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ലോകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളാകുന്ന മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുവാൻ മറക്കാത്ത ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച എനിക്കും നിങ്ങൾക്കും വേണ്ടി എത്രയധികം കരുതി വയ്ക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം കാണുന്നു. രണ്ടാമതായി പിന്നെയും നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്, ദൈവം എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ അനുഗ്രഹം നൽകി നമ്മളെ സഹായിക്കുവാൻ, മഹത്വകരമാകുന്ന ജീവിത വഴികളിലേക്ക് നമ്മളെ നയിക്കുവാൻ എപ്പോഴും
ആഗ്രഹിക്കുന്നു. നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ, നാം ചിന്തിക്കുന്നതിനേക്കാൾ, നാം വിചാരപ്പെടുന്നതിനേക്കാൾ ഉപരിയായി ദൈവം എപ്പോഴും നമ്മെ നടത്തുന്നു. മൂന്നാമതായി റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യവും വായിക്കുമ്പോൾ നാം പലപ്പോഴും നന്മ ഇച്ഛിക്കുന്നു എങ്കിൽ തന്നെയും ഇച്ഛിക്കാത്ത തിന്മ പ്രതികൂലങ്ങളായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് നന്മകരമാകുന്ന അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കി തരുവാൻ ഇടവരും. അപ്പോൾ ജഡത്തെ അനുസരിക്കുന്നതിനേക്കാൾ ആത്മാവിനെ അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിപ്പാൻ നാം തയ്യാറാകുക. മാത്രമല്ല, ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കുക. റോമാലേഖനം തന്നെ 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം: ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു വരുന്നത്. പലപ്പോഴും നമ്മളെ വികലമാക്കി ചിന്തിപ്പിച്ച് അവിശ്വാസത്തിലേക്ക് വഴിതിരിച്ചു വിടുവാൻ പലപ്പോഴും ശത്രു നമ്മുടെ നന്മകളെ കവർന്നെടുക്കുവാൻ ഒക്കെ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പായി നാം ചിന്തിക്കുക: ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ വേർതിരിച്ചു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സകലതും നന്മയ്ക്ക് മാത്രം ഉതകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണ നിയന്ത്രണം കർത്താവിന് മാത്രം വിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ കഷ്ടങ്ങളെ നന്മയാക്കി തീർക്കുവാൻ, നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ ശാപങ്ങളെ, നമ്മുടെ അനർത്ഥങ്ങളെ വിടുതലാക്കി തീർക്കുവാൻ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിസ്സഹായകരായി നിൽക്കുവാനല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ തകർന്ന് നിരാശപ്പെട്ടു പോകുവാനല്ല, പിന്നെയും ധൈര്യം പ്രാപിച്ച് ദൈവകൃപയിൽ ശക്തരാകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് മാത്രം ചെയ്യുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു. ആയതിനാൽ ദൈവത്തിൽ വിശ്വസിക്കാം, ശക്തിയോടെ മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട നിൻ്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നിൻ്റെ മക്കൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ അനുഗ്രഹത്തിൻ്റെ വഴിത്താരകളെ തുറന്ന് നിൻ്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദുഃഖങ്ങളെ, നിരാശകളെ, വേദനകളെ എൻ്റെ ദൈവം മാറ്റണം. ദൈവകരങ്ങളിൽ സമസ്തവും ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.